പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് പുട്ടുപൊടി ഉണ്ടാക്കി പുട്ടുകുറ്റി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഒറ്റ ട്രിപ്പിൽ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഗ്യാസും സമയവും ഒക്കെ ലാഭിക്കാൻ പറ്റും. പുട്ട് പൊടിഞ്ഞു പോവേ പൊട്ടിപ്പോവേ വേവാതെ വരെ ഒന്നും ചെയ്യില്ല. മിനിറ്റുകൾ കൊണ്ട് നല്ല എളുപ്പത്തിൽ അടിപൊളി പുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ റാഗിപ്പൊടി കൊണ്ടോ റവ കൊണ്ടോ അങ്ങനെ എല്ലാ ഐറ്റംസ് കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പുട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സി ജാറിലേക്ക് ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഞാനിതിലേക്ക് ഒരു 3 സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പിൻ്റെ പുട്ടുപൊടി നല്ല മയവും സ്വാദും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ രാവിലെ പുട്ട് ചുട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും ഒട്ടും ഹാർഡായി പോവില്ല, നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും പുട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് പൾസ് ചെയ്തെടുത്തപ്പോൾ എനിക്കിത് പുട്ടുപൊടി നനവായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കൂടെ ചോറ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ചോറ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പുട്ടുപൊടി ഒരു കട്ട പിടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി അതല്ല പുട്ടുപൊടി നനവ് കുറവായി തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചോറിട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിതാ പൾസ് ചെയ്തെടുത്ത പുട്ടുപൊടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് നല്ല പാകത്തിന് പുട്ടുപൊടി നനവായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാവെടുത്ത് ഇതുപോലെ ചുരുട്ടിയെടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു കട്ട പിടിച്ച പോലെ ആവണം. അതുപോലെ തന്നെ നമ്മളത് വേർപെടുത്തുമ്പോൾ ഉതിർന്ന് കിട്ടുകയും വേണം. ഇതാണ് പുട്ടുപൊടിയുടെ ഒരു നനവിൻ്റെ പാകം. ഇനി നമ്മുടെ പുട്ടുപൊടിക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ചിരുവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് മിക്സ് ചെയ്യണ്ട, ഇതുപോലൊരു സ്പൂൺ വെച്ച് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ തേങ്ങയിൽ കുറച്ച് നനവുള്ളതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഗോതമ്പ് പൊടി കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നനവായി കിട്ടും. ഇതുപോലെ തന്നെ ഞാൻ അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരുപാട് ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് പൊടിഞ്ഞു പോവും, പൊട്ടിപ്പോവും, വെന്ത് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. മാവിൻ്റെ നനവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. പുട്ട് പൊടിഞ്ഞു പോവോ പൊട്ടിപ്പോവോ വേവാതെ വരുമോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല കറക്റ്റ് നനവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം. ഇതുപോലെ ഓയിൽ തടവി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തടവി കൊടുക്കുന്നത് നല്ലതുമാണ്. പിന്നെ ഇഡ്ഡലിത്തട്ടിലാണ് നമ്മൾ ഈ പുട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലേക്കും കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി ഇതാ നമ്മളെടുത്ത ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നനച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂടെ എടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ തട്ടിലേക്ക് കമഴ്ത്തി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഒരുപാട് ടൈറ്റായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് തട്ടിലേക്ക് കമഴ്ത്തി കൊടുക്കുന്ന സമയത്ത് വിട്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. പുട്ടുകുറ്റി ഇല്ലെങ്കിലും ഈ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ പുട്ടിൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 ഗ്ലാസ് വെച്ചിട്ട് പുട്ടുണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ഒറ്റ ട്രിപ്പിൽ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. അത് അരിപ്പൊടി വെച്ചോ ഗോതമ്പ് പൊടി വെച്ചോ റാഗിപ്പൊടി വെച്ചോ റവ വെച്ചോ മില്ലറ്റ് വെച്ചോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും പുട്ടുകുറ്റിയൊന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ പുട്ടുകുറ്റി ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ചില്ലൊക്കെ കാണാതെ പോകുന്ന അവസരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത്. നനവ് കറക്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുതിരാനായിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നീട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചെടുത്താൽ മതി.
പിന്നെ ഗോതമ്പ് പൊടി ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. നനവ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മളിതുപോലെ ഗ്ലാസ്സിൽ നിറച്ച് തട്ടിലേക്ക് കമഴ്ത്തി കൊടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അതിപ്പോൾ പുട്ടുകുറ്റിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നനവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് പുട്ടുകുറ്റി ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ പുട്ടുപൊടിയെല്ലാം ഞാൻ ഗ്ലാസ്സിൽ നിറച്ച് തട്ടിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞോ പൊട്ടിയോ ഒന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. ഒരു 4-5 മിനിറ്റ് അത്രയേ വേണ്ടൂ. കൂടുതൽ സമയമൊന്നും ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല. പുട്ട് ഒരുപാട് സമയം ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഹാർഡായി പോവും. അത്രയ്ക്കൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. ഞാനിതാ ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആളൊക്കെ ഉണ്ട്, ഒരുപാട് പുട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിച്ചെമ്പിൽ 2 തട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ 2 തട്ടിൽ ഇതുപോലെ തന്നെ പുട്ട് നിറച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ ഒരു തട്ടിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് ഞാൻ ഒരു തട്ടിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിത് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് പുട്ടുമായി കിട്ടും. ഞാനിതാ ഇഡ്ഡലിച്ചെമ്പ് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഒട്ടും പൊട്ടിപ്പോവോ പൊടിഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റ് പുട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലിച്ചെമ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് തട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അതാ പുട്ടുകുറ്റി ഇല്ലാതെ നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ ഒരുപാട് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ ഗ്യാസും ലാഭമാണ്. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് എല്ലാവർക്കുള്ള പുട്ട് തയ്യാറായി കിട്ടും. അപ്പോൾ ഇതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളിയാണ്, എളുപ്പമാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.